ഓം ശാന്തി. ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഏകരസസ്ഥിതി പ്രാപ്തമാക്കാം, സർവസിദ്ധി സ്വരൂപരാകാം. ഈ 3 ശബ്ദവും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ഏകാഗ്രത, ഏകരസസ്ഥിതി, സർവസിദ്ധി സ്വരൂപര. സിദ്ധികൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാപ്തമാകാൻ ഏകാഗ്രത അത്യന്താപേക്ഷിതമാണ്. ഏതൊരു കർമ്മ പദത്തിലാണെങ്കിലും വ്യക്തിക്ക് എത്രത്തോളം തൻ്റെ മനസ്സിനെ ആ കാര്യത്തിലേക്ക് ഏകാഗ്രമാക്കാൻ കഴിയുന്നോ അതിനനുസരിച്ചാണ് ആ കാര്യത്തിൽ സിദ്ധി അല്ലെങ്കിൽ വിജയം പ്രാപ്തമാക്കാൻ കഴിയുക. പണ്ട് നമ്മൾ പാണ്ഡവരുടെയും കൗരവരുടെയും കഥയിൽ കേട്ടിട്ടുണ്ട്. ദ്രോണാചാര്യർ വിദ്യ അഭ്യസിപ്പിക്കുന്ന സമയത്ത് യോദ്ധാക്കളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കിളിയുടെ കണ്ണിലേക്ക് അമ്പെയ്യാൻ ആവശ്യപ്പെട്ടു. ഓരോ യോദ്ധാക്കളും വന്നിട്ട് കിളിയുടെ കണ്ണിലേക്ക് അമ്പെയ്യുന്ന സമയത്ത് ഗുരു ചോദിക്കും, എന്താ കാണുന്നത്? ചിലർ പറഞ്ഞു മരം കണ്ടു, പിന്നെ കിളിയെ കണ്ടു, കണ്ണ് കണ്ടു. ചിലർ കിളിയെ കണ്ടു, ചിലർ കണ്ണ് കണ്ടു. പക്ഷേ കേവലം അർജുനൻ ഒരു ധനുർധാരി മാത്രമാണ് ആ സമയത്ത് ശരിക്കും കിളിയുടെ കണ്ണ് മാത്രമേ കണ്ടുള്ളൂ, മറ്റൊന്നും കണ്ടില്ല. കൃത്യമായിട്ട് തൻ്റെ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകാഗ്രതയുടെ ശക്തിയുടെ അത്ഭുതമാണ്. അർജുനന് ആ കിളിയുടെ കൃഷ്ണമണി മാത്രമേ കണ്ടുള്ളൂ, മറ്റൊന്നും കണ്ടില്ല. എന്തുകൊണ്ട്? നിരന്തര അഭ്യാസത്തിൻ്റെ ഫലം. കാരണം ദ്രോണാചാര്യർ വിദ്യ പകർന്നു കൊടുക്കുന്ന സമയത്ത് പഠനത്തിന് ശേഷമുള്ള സമയം രാത്രികളിൽ പോലും ഉണർന്നിരുന്ന തൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള അഭ്യാസം സ്വയം ചെയ്യുമായിരുന്നു അർജുനൻ എന്നാണ് പറയുന്നത്. ഇതേപോലെ നമുക്ക് ജീവിതത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശ്രമത്തിന്, അഭ്യാസത്തിന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും തയ്യാറാകണം. കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്കതിനനുസരിച്ചുള്ള പ്രതിഫലവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏകാഗ്രതയ്ക്ക് അഭ്യാസം ആവശ്യമുണ്ട്. ഏകാഗ്രതാർത്ഥം ഒരു സങ്കല്പത്തിൽ, ഒരു ശ്രേഷ്ഠമായ സങ്കല്പത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിലനിർത്തുവാനുള്ള കഴിവ്. മനസ്സിലുണ്ടാകുന്ന ആ ശ്രേഷ്ഠ സങ്കല്പത്തിൽ തന്നെ ബുദ്ധിയും നിലനിൽക്കുക. അങ്ങനെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടി സന്തുലിതമായ അവസ്ഥ, അതാണ് ശരിക്കും ഏകാഗ്രത നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇവിടെയാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത്. ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമുക്ക് ഒന്നിലേക്ക് ഏകാഗ്രമാക്കാൻ, ഒരു സങ്കല്പത്തിലേക്ക് ഏകാഗ്രമാക്കാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിക്കും. ഇപ്രകാരം ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ഏകാഗ്രതയുടെ ശക്തി കർമ്മക്ഷേത്രത്തിൽ ഉപകാരപ്പെടും. പ്രത്യേകിച്ചും രാജയോഗ ധ്യാനത്തിൽ കണ്ണ് തുറന്ന് തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വിദ്യയാണ് അഭ്യസിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഫുൾ ഡേ കർമ്മക്ഷേത്രത്തിൽ നമ്മളെല്ലാവരും കണ്ണു തുറന്നാണിരിക്കണം. കണ്ണു തുറന്നിരുന്ന് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനും കഴിയും. അതുകൊണ്ട് ധ്യാനത്തിൻ്റെ അഭ്യാസം, പ്രത്യേകിച്ച് രാജയോഗ ധ്യാനത്തിൻ്റെ അഭ്യാസം നമുക്ക് നമ്മുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കാനും ഏകരസസ്ഥിതി ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഏകരസസ്ഥിതി അർത്ഥം ഇളകാത്ത അവസ്ഥ. സാഹചര്യങ്ങളെപ്പോഴും വിപരീതമായത് വരും നമ്മുടെ മനസ്സിനെ ഇളക്കാൻ, ശക്തികളിൽ ഇളക്കമുണ്ടാക്കാൻ. പക്ഷേ ഏത് ജീവിത പരിതസ്ഥിതികളെ പുറമെ നമ്മളെ ഇളക്കാൻ വന്നാലും ഒരു വൃക്ഷത്തിൻ്റെ ബീജത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ആ വൃക്ഷത്തിൻ്റെ മുഴുവൻ ശക്തിയും, മുഴുവൻ സാരവും, മുഴുവൻ വൃക്ഷത്തിൻ്റെ വിസ്താരം ആ വിത്തിൻ്റെ ഉള്ളിൽ സാരരൂപത്തിൽ അടങ്ങിയിരിക്കുന്നത്, അതേപോലെ നമ്മുടെ മനസ്സ് ഒന്നിലേക്ക് ഏകാഗ്രമാകുമ്പോൾ, ഒരു സങ്കല്പത്തിലേക്ക്, ഒരു കർമ്മത്തിലേക്ക് ഏകാഗ്രമാകുമ്പോൾ നമ്മുടെ മുഴുവൻ ഊർജവും മുഴുവൻ ശക്തികളും അവിടെ സംഭരിക്കപ്പെടുകയാണ്. അത് കാരണത്താൽ ഏകാഗ്രതയുടെ ഈ നേട്ടം നമ്മുടെ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലുമുള്ള വ്യർത്ഥത്തെ ഇല്ലാതാക്കുകയും സമർത്ഥതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് കാരണം നമ്മൾ ഏകാഗ്രതയുള്ള മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന വിചാരങ്ങളും അവരുടെ വാക്കുകളിലും കർമ്മത്തിലും തീർച്ചയായിട്ടും സിദ്ധി അല്ലെങ്കിൽ ഫലപ്രാപ്തി അവശ്യമുണ്ടാകും. നമുക്കിന്ന് നിത്യജീവിതത്തിലും ഇതുതന്നെയാണ് ആവശ്യം. അങ്ങനെ നമുക്ക് സിദ്ധി സ്വരൂപരാകാൻ, നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ.